ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും പുതിയ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെയും ഗവർണറുടെ നയപ്രഖ്യാപനം. സർക്കാർ ഫെഡറൽ സമ്പ്രദായം അട്ടിമറിക്കുന്നുവെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലെ വിമർശനം. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് തദ്ദേശ സ്ഥാപനങ്ങളുമായി കേന്ദ്രം നേരിട്ട് ഇടപെടുന്ന പ്രവണത അസ്വസ്ഥതയുണ്ടാക്കുന്നു. കേരളത്തെക്കുറിച്ച് ഭീതി പരത്താൻ ചില സംഘടനകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രമം നടത്തിയെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. അത്തരം അപവാദ പ്രചരണങ്ങളെ കേരളം അതിജീവിച്ചു. കേരളത്തിലെ ജനങ്ങൾ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നു. നിയമപരിപാലനത്തിൽ കേരളം രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ടി ജി സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സജിത്ത്, കേന്ദ്രത്തെ വിമർശിച്ചും കേരളത്തിന്റെ വികസന പദ്ധതികളെ പ്രശംസിച്ചുമുള്ള നയപ്രഖ്യാപന പ്രസംഗം, എന്തൊക്കെ വിശദാംശങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 1.5 മണിക്കൂർ നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാര്യമായ വികസന പദ്ധതികളോ പുതിയ പദ്ധതികളോ പ്രഖ്യാപിക്കുന്നതിനോ അത്തരം പരാമർശങ്ങളോ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും നിലപാടുകൾക്കെതിരെയും ശക്തമായ വിമർശനവും നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറയേണ്ടത് കേന്ദ്ര സർക്കാർ ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സംസ്ഥാന സർക്കാരിനെ മറികടന്നുകൊണ്ട് ജില്ലാ ഭരണാധികാരികളുമായും തദ്ദേശ സ്ഥാപനങ്ങളുമായും ഇടപെട്ടുകൊണ്ടുള്ള പുതിയ നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു. ഇതിൽ അങ്ങേയറ്റം സംസ്ഥാനത്തിന് ആശങ്കയുണ്ട് എന്ന് നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിനെതിരെ വലിയ രീതിയിലുള്ള കുപ്രചരണം വിവിധ ഇടങ്ങളിൽ നിന്ന് നടന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാനക്കാർക്ക്, ഇതര സംസ്ഥാനക്കാർക്ക് ഇവിടെ മോശപ്പെട്ട കാലാവസ്ഥയാണെന്നും അവർ അപകടാവസ്ഥയിലാണെന്നും എന്ന തരത്തിലുള്ള മോശപ്പെട്ട പ്രചരണങ്ങൾ നടന്നു. എന്നാൽ സംസ്ഥാനത്ത് അത്തരമൊരു സാഹചര്യമില്ല എന്നതാണ് നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം. മറ്റ് കാര്യമായ വികസന പദ്ധതികളിലേക്കോ നീക്കങ്ങളിലേക്കോ ഒന്നും നയപ്രഖ്യാപനം കടന്നിട്ടില്ല. GSTയും നോട്ട് നിരോധവും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. ഓഖി ദുരന്തത്തിൽ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ് ഓഖി ദുരന്തം. പക്ഷേ സംസ്ഥാനം നല്ല രീതിയിൽ ഇടപെട്ടു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾ പരിസ്ഥിതി സൗഹൃദമാണ് ആവണം എന്നുകൂടി തെളിയിക്കുന്നതാണ് ഓഖി ദുരന്തമെന്ന് നയപ്രഖ്യാപനത്തിൽ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന 4 മിഷൻ പദ്ധതികൾ അത് വലിയ വികസന നേട്ടമായി അവകാശപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ പുരോഗതിയും ഒക്കെ വിശദീകരിക്കുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ചില പ്രതിഷേധങ്ങൾക്കും ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചു. സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷവും പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായിരുന്നു കാരണങ്ങൾ? പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 9 നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ നിയമസഭാ ഹാളിൽ എത്തിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി ഏറ്റു. സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതും ഓഖി ദുരന്തത്തിൽ സർക്കാർ പരാജയപ്പെട്ടും അതിനെ നേരിടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയാണ് പ്രതിപക്ഷം നിയമസഭയുടെ ഉള്ളിലെത്തിയത്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഗവർണർ ഇടപെട്ടു. നയപ്രഖ്യാപനത്തിന് ശേഷം നിങ്ങളെയും കേൾക്കാമെന്നതായിരുന്നു ഗവർണറുടെ നിലപാട്. തുടർന്ന് പ്രതിപക്ഷവും ശാന്തരായി നയപ്രഖ്യാപന പ്രസംഗം തുടർന്നു. ഇതിനുശേഷം വലിയ പ്രതിപക്ഷവും മുതിർന്നിട്ടില്ല. പിന്നീട് നയപ്രഖ്യാപനം പൂർത്തിയായതോടെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. സഹിത്ത്, നിയമസഭയുടെ ഇന്നത്തെ നടപടികൾ അവസാനിച്ചു എന്ന് കരുതുന്നു. നാളെ മുതൽ എന്തൊക്കെയാണ് നിയമസഭയിൽ നടക്കാനിരിക്കുക? വരും ദിവസങ്ങളിലും പ്രതിഷേധവുമായി രംഗത്തെത്താൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? നയപ്രഖ്യാപന പ്രസംഗം അതിന്റെ പാസാക്കലാണ്, അതിന്മേലുള്ള തുടർ ചർച്ചകളാണ് നിയമസഭയിലെ പ്രധാനപ്പെട്ട വരും ദിവസങ്ങളിലെ അജണ്ട. നന്ദിപ്രമേയ ചർച്ച നടക്കും, അതിന്മേലുള്ള ചർച്ചകൾ നടക്കും. ഫെബ്രുവരി 2-നാണ് വേറെ പ്രധാനപ്പെട്ട ബജറ്റ് അവതരണം. സംസ്ഥാന സർക്കാർ പിണറായി സർക്കാരിന്റെ 2ാമത്തെ ബജറ്റ് അവതരണമാണ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റ് അവതരണം ഉൾപ്പെടെ 14 ദിവസമാണ് നിയമസഭ സമ്മേളിക്കുന്നത്. മറ്റ് കാര്യമായ അജണ്ടകൾ ഒന്നും തന്നെ നിയമസഭയിൽ ഇക്കുറിയില്ല. സജിത്ത്, ഒപ്പം കേന്ദ്രത്തിലെ വിമർശിച്ച് കേരളത്തിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ കൂടുതൽ പരാമർശിച്ചപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഗവർണർ ചൂണ്ടിക്കാട്ടിയത്? പ്രധാനമായും കേരളത്തിന്റെ വികസന പദ്ധതികളായി ചൂണ്ടിക്കാണിച്ചത് ട്രാൻസ്ജെൻഡർ മേഖലയുടെ വികസനം, ഒപ്പം തന്നെ സ്ത്രീ സൗഹൃദ പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പദ്ധതി, സംസ്ഥാനത്തെ ഹരിത സൗഹൃദമായി കൊണ്ടുവരുന്ന പുതിയ പദ്ധതികൾ, ഇത്തരത്തിലുള്ള വിശദമായ പദ്ധതികളുടെ ഒരു രൂപരേഖയാണ് ഇതുവരെ നടന്നതും പൂർത്തീകരിക്കുന്നതുമായ പദ്ധതികളുടെ രൂപരേഖയാണ് ഗവർണർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് കേരള ബാങ്ക് രൂപീകരണം ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്.
ഒപ്പം വൈദ്യുതി മേഖലയിൽ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഉതകുന്ന പദ്ധതികൾ, മലബാർ മേഖലയിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പുതിയ ചില ശ്രമങ്ങൾ, KSRTCയുടെ പുനരുദ്ധാരണം തുടങ്ങിയ ചില പ്രഖ്യാപനങ്ങളും ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ പദ്ധതികളൊന്നോ അല്ലെങ്കിൽ മുമ്പ് സർക്കാർ പരാമർശിച്ച പദ്ധതികൾ കവിഞ്ഞ് പുതിയ പ്രഖ്യാപനങ്ങളിലേക്കോ പദ്ധതികളിലേക്കോ കടക്കാൻ നയപ്രഖ്യാപനത്തിന് കഴിഞ്ഞിട്ടുമില്ല. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും പുതിയ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെയും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നിയമസഭയിൽ നടന്നു. കേന്ദ്ര സർക്കാർ ഫെഡറൽ സമ്പ്രദായം അട്ടിമറിക്കുന്നുവെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രധാനമായും ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. വിമർശനവും സർക്കാരിനെതിരെ ഉണ്ടായി. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് തദ്ദേശ സ്ഥാപനങ്ങളുമായി കേന്ദ്രം നേരിട്ട് ഇടപെടുന്ന പ്രവണത അസ്വസ്ഥതയുണ്ടാക്കുന്നു. കേരളത്തെക്കുറിച്ച് ഭീതി പരത്താൻ ചില സംഘടനകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രമം നടത്തിയെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. അത്തരം അപവാദ പ്രചരണങ്ങളെ കേരളം അതിജീവിച്ചു. കേരളത്തിലെ ജനങ്ങൾ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നു. നിയമപരിപാലനത്തിൽ കേരളം രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വിദേശ പണം വരവുള്ള പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും സാധ്യമായ സ്ത്രീ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. വിവിധ മേഖലകളിൽ കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളും നേട്ടങ്ങളും എണ്ണിപ്പറയുന്നതായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. Kerala was declared by the United Nations as the only state in the country which figures at the top of the Human Development Index. More recently, particularly since my government has assumed power in the state, Kerala was adjudged as a best state in India in the category of law and order by India Today. India Today judged Kerala as leaders in several other fronts too. The Center for Media Studies rated Kerala as one of the least corrupt states in the country. Based on a study conducted by the Public Affairs Center, Kerala topped the Indian states in the Public Affairs Index. Kerala Police bagged the Police Excellence Award from Cops Today International as well during this period. Considering the unique programs like Vayomitra, Kerala was accorded the Vayojan Shrestha Award for the care of old-aged people as well. Kerala is the state that continues to lead the country in literacy, and it has further its enviable position in leading the Indian states on various counts during my government's tenure. Kerala became the first Indian state with high population density to become open defecation free. Kerala became the only state in the country to achieve 100% electrification. Last year, Kerala was the only state which had population proportionate allocation for scheduled caste and scheduled tribes in the state budget. The percentage allocation made under those heads was higher than what was allotted in the GST has resulted in serious abridgment of the fiscal powers of the state government. The terms of reference of the 15th Finance Commission also betrays the tendency to curb the fiscal autonomy of the state. The demonetization and the introduction of GST in an appropriate manner and time has resulted in declaration in the economy and mounting unemployment. Our state has also been caught within its downturn, and economic growth in the state has slowed down due to the crisis in the Gulf. വിവിധ മേഖലകളിലെ കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് നിയമസഭയിൽ നടന്നു. നടി ഭാവന വിവാഹിതയായി. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കന്നഡ സിനിമാ നിർമ്മാതാവ് നവീൻ ഭാവനയ്ക്ക് മിന്നുകെട്ടി. വിവാഹശേഷം തൃശൂർ ജവഹർലാൽ നെഹ്റു കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പങ്കെടുത്തു. വൈകിട്ട് ലുലു കൺവെൻഷൻ സെന്ററിൽ സിനിമാ രംഗത്ത് ഉള്ളവർക്ക് വിരുന്നൊരുക്കും. തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് ഭാവന നന്ദി പറഞ്ഞു.
Thank you so much for the support. Thank you. Please, ma'am. സുവി വിശ്വനാഥ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സുവി, വിവാഹ ചടങ്ങിന്റെ വിശദാംശങ്ങൾ. രഞ്ജിത്ത്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ഭാവന വിവാഹിതയായിരിക്കുന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിലാണ് താലികെട്ട് ചടങ്ങ് നടന്നത്. കന്നഡയിലെ പ്രമുഖ നിർമ്മാതാവായ നവീനാണ് ഭാവനയെ താലി ചാർത്തിയത്. 4 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിച്ചത്. കഴിഞ്ഞ മാർച്ച് 9-ാം തീയതിയായിരുന്നു ഇവരുടെ നിശ്ചയം നടന്നത്. തുടർന്ന് നവീന്റെ മാതാവ് മരണപ്പെട്ടു. ഇതാണ് വിവാഹം നീണ്ടുപോകാനുള്ള ഒരു കാരണമായത്. എന്തായാലും ഭാവന വിവാഹിതയായിരിക്കുന്നു. സ്വർണ്ണ നിറമുള്ള സാരി ധരിച്ച് മലയാളി മങ്കയായാണ് ഭാവന കതിർ മണ്ഡപത്തിലേക്ക് എത്തിയത്. തീർത്തും മലയാളിത്തമുള്ള വേഷം തന്നെയായിരുന്നു നവീനും ധരിച്ചിരുന്നത്. നവീന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ഇരുവരും ഇപ്പോൾ തൃശ്ശൂരിലെ ജവഹർ കൺവെൻഷൻ സെന്ററിൽ എത്തി. ഇവിടെയായിരുന്നു വിവാഹത്തിന്റെ മറ്റ് ചടങ്ങുകൾ നടന്നത്. ആ ചടങ്ങുകളും ഇപ്പോഴും പൂർത്തിയായിരിക്കുന്നു. ഭാവനയുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. നടി മഞ്ജു വാര്യർ, രമ്യ നമ്പീശൻ, ലെന, ഷംന കാസിം, ഭാമ ഉൾപ്പെടെയുള്ള ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം വിരുന്ന് സൽക്കാരം നടക്കും. വൈകിട്ട് ലുലു കൺവെൻഷൻ സെന്ററിലാണ് സിനിമാ മേഖലയിലുള്ളവർക്കുള്ള സൽക്കാര ചടങ്ങുകൾ നടക്കുക. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ഭാവന വിവാഹിതയായിരിക്കുന്നു. നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രത്തിൽ തന്നെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടാൻ ഭാവനയ്ക്ക് സാധിച്ചു. അതിനുശേഷം നിരവധി അവസരങ്ങളാണ് ഭാവനയെ തേടിയെത്തിയത്. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ നായികയായി ഭാവന നിറഞ്ഞു നിന്നു. കന്നഡ, മലയാളം, തെലുങ്ക്, തമിഴ് ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിലും ഭാവന അഭിനയിച്ചു. നമുക്കറിയാം, ചടുലതയാർന്ന ഊർജ്ജസ്വലതയുള്ള കഥാപാത്രങ്ങളെ, ഒപ്പം തന്നെ നർമ്മത്തിനുകൂടെ പ്രാധാന്യം നൽകുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഭാവന മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഭാവന ഇന്ന് വിവാഹിതയായിരിക്കുന്നു. ഇന്ന് തൃശ്ശൂരിലായിരിക്കും. അതിനുശേഷം കർണാടകയിലേക്ക് ഇരുവരും യാത്രയാവും. അവിടെ നവീൻ്റെ, അതായത് വരൻ സംഘടിപ്പിക്കുന്ന വിവാഹ ചടങ്ങുകൾ അവിടെ നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവാഹ ചടങ്ങുകൾ ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൽ നടന്ന താലികെട്ട് ചടങ്ങിൽ ഭാവനയുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇപ്പോൾ മഞ്ജു വാര്യരുടെയും നവ്യ നായരെയും ഒക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഇതിനുശേഷം ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണോ ഇവരൊക്കെ പങ്കെടുത്തത്? വൈകിട്ട് സൽക്കാര ചടങ്ങിലും പ്രമുഖ സിനിമാ താരങ്ങളൊക്കെ എത്തുമോ? തീർച്ചയായും രഞ്ജിത്ത്, തിരുവമ്പാടി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. ഇപ്പോൾ ജവഹർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിലാണ് മഞ്ജു വാര്യർ, നവ്യ നായർ, ലെന, ഭാമ ഉൾപ്പെടെയുള്ള പ്രമുഖ നടികൾ എല്ലാം തന്നെ പങ്കെടുക്കുന്നത്. അവരെല്ലാം തന്നെ ഈ കൺവെൻഷൻ സെന്ററിൽ എത്തിക്കഴിഞ്ഞു. നടി ഭാവനയ്ക്ക് ആശംസകൾ അർപ്പിക്കാനാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കന്നഡത്തിലെ പ്രമുഖ താരങ്ങൾ കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിരുന്ന് സൽക്കാരം നടക്കും. നമുക്കറിയാം, തിരുവമ്പാടി ക്ഷേത്രത്തിൽ താലികെട്ട് ചടങ്ങും ഒപ്പം തന്നെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് നൽകിയ മാലയും മാത്രമാണ് ഇരുവരും കൈമാറിയത്. വിവാഹ വേഷത്തിൽ, അതായത് മറ്റ് ചടങ്ങുകൾ, മോതിരമാറൽ ഉൾപ്പെടെയുള്ള മറ്റ് ചടങ്ങുകൾ എല്ലാം തന്നെ നടക്കുക ഈ ജവഹർ കൺവെൻഷൻ സെന്ററിലാണ്. ആ ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് 2 മണിയോടുകൂടി തന്നെ ഇവിടെയുള്ള ജവഹർ കൺവെൻഷൻ സെന്ററിലുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി ഭാവന തൃശ്ശൂരിലുള്ള വസതിയിലേക്ക് മടങ്ങും. 2 മണിക്കാണ് വീടിനകത്ത് കയറാനുള്ള മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനകത്ത് കയറും. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി ലുലു കൺവെൻഷൻ സെന്ററിലാണ് മറ്റ് പരിപാടികൾ നടക്കുക. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ആ ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി അങ്ങനെ കന്നഡയുടെ മരുമകളായി മാറിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് നടി ഭാവന വിവാഹിതയായിരിക്കുന്നു. തൃശ്ശൂരിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. ഭാവനയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് വിവാഹ താലികെട്ടിൽ പങ്കെടുത്തത്. അതിനുശേഷം മറ്റ് ചടങ്ങുകളിൽ മഞ്ജു വാര്യർ, നവ്യ നായർ അടക്കമുള്ള സിനിമാ രംഗത്തെ ഭാവനയുടെ സുഹൃത്തുക്കളും പങ്കെടുത്തു. മറ്റൊരു വാർത്തയിലേക്ക്. ജമ്മു കാശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സൈനികൻ സാം എബ്രഹാമിന്റെ ഭൌതിക ശരീരം ജന്മനാടായ മാവേലിക്കലിലെത്തിച്ചു. സാം എബ്രഹാം പഠിച്ച ബിഷപ്പ് ഹോർജ സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഉച്ചയ്ക്ക് 2:30 പുന്നമൂട് മാർ ഗ്രിഗോറിയോസ് പള്ളിയിലാണ് സംസ്കാരം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എത്ര മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്? പൊതുദർശനത്തിന്റെ വിശദാംശങ്ങൾ.
രഞ്ജിത്ത് 9:15 തന്നെ സാമിൻ്റെ മൃതദേഹം അദ്ദേഹം പഠിച്ച സ്കൂളായ ബിഷപ്പ് ഹോഡ്ജസ് സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. അതിനുശേഷം ഇനി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാവേലിക്കരയിലെ വീട്ടിലേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു നാട് മുഴുവൻ സാമിനായി ആദരാഞ്ജലികൾ അർപ്പിക്കാനായി വഴിയോരങ്ങളിലൊക്കെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് മാവേലിക്കരയിൽ നിന്നും കാണാൻ കഴിയുന്നത്. രാജ്യത്തിനായി ജീവൻ നൽകിയ സാമിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ബിഷപ്പ് ഹോഡ്ജസ് സ്കൂളിലും നിരവധി ആളുകൾ എത്തിയിരുന്നു. സാം പഠിച്ച സ്കൂളാണ് ബിഷപ്പ് ഹോഡ്ജസ് സ്കൂൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും അടക്കമുള്ള ആളുകൾ പൊതുദർശനത്തിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ബിഷപ്പ് ഹോഡ്ജസ് സ്കൂളിൽ എത്തി. എന്തായാലും അല്പസമയത്തിനകം, അതായത് 11:30 തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്തിച്ചതിന് ശേഷം ബന്ധുമിത്രാദികളും മറ്റുള്ളവരും ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ, സൈന്യത്തിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കാരത്തിനായി മാർ ഗ്രിഗോറിയസ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. 2:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു നാട് മുഴുവൻ സാമിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി മാവേലിക്കരയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ജമ്മുകാശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സൈനികൻ സാം എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2:30 നടക്കും. വിവരങ്ങളാണ് ശരണ്യ സ്നേഹൻ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. സാമ്പത്തിക പ്രതിസന്ധി, ഇക്കാര്യങ്ങളൊന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടില്ല. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല. കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. ട്രഷറി പോലും പൂട്ടിയ അവസ്ഥയിലാണെന്ന്. ട്രഷറിയിൽ കൊടുക്കുന്ന ഒരു ബില്ല് പോലും പാസ്സാകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടു. പദ്ധതി പ്രവർത്തനം അവതാളത്തിലായി. ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായിട്ടും അതേ സംബന്ധിച്ചുള്ള ഒരു മെൻഷൻ പോലും ഇതിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രമസമാധാന നിലയുടെ കാര്യത്തിൽ കേരളം മുന്നിലാണ് എന്നാണ് ഗവർണറെ കൊണ്ട് പറയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഗവർണർ തന്നെ കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിന്റെ ശോഭ കെടുത്തുന്നു എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഒരു കൊലപാതകം കണ്ണൂരിലുണ്ടായത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും കേരളം ഭരിക്കുന്ന പാർട്ടിയും ചേർന്ന് കേരളത്തെ ഒരു കുരുതിക്കലമാക്കി മാറ്റുമ്പോൾ ക്രമസമാധാന നില ഭദ്രമാണ് എന്ന് എങ്ങനെ ഗവർണറെ കൊണ്ട് പറയിച്ചു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലൊരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ സാമ്പത്തികമായി തകർന്ന ഒരു ഗവൺമെന്റ്, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ, KSRTCയിലെ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പെൻഷൻകാർ, ഇത്രയും ഗുരുതരമായ തകർച്ച നേരിടുന്ന ഒരു സർക്കാരിനെ വേണ്ടി ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപനം യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. ഒരു നയവുമില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം പരിതാപകരമായ സർക്കാരിൻ്റെ പരിതാപകരമായ ഒരു നയപ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനായിട്ടുള്ളത്. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാനോ കേരളത്തിൻ്റെ സമഗ്ര പുരോഗതി ഉറപ്പാക്കാനുള്ള ഒരു പദ്ധതിയോ ഒരു ദീർഘവീക്ഷണമോ നയങ്ങളോ ഈ നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്നുള്ളത് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ ഒരു ജാമ്യമെടുക്കൽ ആദ്യത്തെ വഴികളിൽ തന്നെ കാണാം. അതായത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇത് കേവലം നയങ്ങൾ, പുതിയ പോളിസികൾ പ്രഖ്യാപിക്കുന്ന ഒരു നയപ്രഖ്യാപനം ആയിരിക്കും എന്ന് ആമുഖത്തിൽ ഗവർണർ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്തത് ലിസ്റ്റ് ചെയ്യാനില്ല എന്നുള്ളത്. 2, പോളിസികൾ പുതുതായി രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഏത് പോളിസിയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്? അപ്പൊ അതിനകത്ത് പറയുന്നത് ട്രാൻസ്ജെൻഡർ പോളിസി. ട്രാൻസ്ജെൻഡർ പോളിസി ഏത് കാലത്ത് ഉണ്ടാക്കിയതാണ്?
കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ, അതായത് 2-2.5 വർഷം മുമ്പുണ്ടാക്കിയ ട്രാൻസ്ജെൻഡർ പോളിസി എടുത്ത് വീണ്ടും ഇപ്പോൾ ബയോമിത്രത്തിന് അവാർഡ് കിട്ടി. ബയോമിത്ര ഏത് കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനത്തിനാണ് അവാർഡ് കിട്ടിയത്? അപ്പോൾ ഈ 4 മിഷനെ കുറിച്ച് പറയുന്നു. ഈ മിഷൻ പ്രഖ്യാപിച്ചിട്ട് കുറെ കാലമായി. ആ മിഷനിൽ എന്ത് പ്രവർത്തനം നടന്നു? ആ പോളിസിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ലൈഫ് ആയാലും, ആർദ്രം പദ്ധതി ആയാലും, എഡ്യൂക്കേഷൻ്റെ കാര്യമായാലും എല്ലാം മുമ്പേ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഈ കാര്യത്തിൽ ലൈഫിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവസാനം മുഖ്യമന്ത്രി വന്നിട്ട് വിദേശത്തുള്ള ആളുകൾ, അതുപോലെ ഇവിടുത്തെ വ്യവസായ പ്രമുഖർ ഒക്കെ ഈ വീടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് പിരിയുക ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സത്യത്തിൽ പൊള്ളയായ ഒരു നയപ്രഖ്യാപന പ്രശ്നമാണ്. ഇതിനകത്ത് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ആകെ തുകയുണ്ടാണ് പ്രഖ്യാപനത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഇതിന് തീരും, 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്നൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഒരു പ്രസംഗത്തിന് ഇതായത് തീരാൻ പോവാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം അവസാനിപ്പിച്ചത് എനിക്കൊന്നും ചരിത്രത്തിൽ അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് തന്നെ, വായിക്കുന്ന അദ്ദേഹത്തിന് തന്നെ ഇതിനകത്ത് ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഗവൺമെന്റിനെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ടാകും. സാമ്പത്തിക സ്ഥിതി സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ട ആവശ്യം? ആർക്കും ഒന്നും കൊടുക്കാനില്ലാത്ത ഒരു ട്രഷറി എന്തിനാണ് കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ട ആവശ്യം? അങ്ങോട്ട് കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല. ഇപ്പൊ KSRTC കുറിച്ച് ഇതിനകത്ത് പറഞ്ഞു. KSRTC പുതിയ ചില കാര്യങ്ങൾ, അതിന്റെ ഒരു റീസ്ട്രക്ചറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ആകെ നല്ല റീസ്ട്രക്ചറിങ് എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും അത് കൈകാര്യം ചെയ്ത മന്ത്രിമാരെ മാറ്റി റീസ്ട്രക്ചർ ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ എന്ത് റീസ്ട്രക്ചറിങ് KSRTC പെൻഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് KSRTC എത്തിച്ച കാലം മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തം പ്രതിസന്ധിയുള്ള ഒരു സമയത്ത് നടത്തിയിട്ടുള്ള ഹോക്കി ദുരന്തത്തെ കുറിച്ച് ഒരു എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പകൽ വെളിച്ചം പോലെ നമുക്കറിയാം ഇന്നും എത്ര ആൾക്ക് ഇനി തിരിച്ചു വരാനുണ്ട്. അവരെ സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു നയത്തിനാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നയപ്രഖ്യാപനം നടത്തണം. കാരണം ഒരു അസംബ്ലി തുടങ്ങുമ്പോൾ നയപ്രഖ്യാപനം നടത്തണം. അതിന് പേരിന് വേണ്ടി ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതല്ലാതെ അതിനകത്ത് ഒരു കണ്ടന്റുമില്ല. പ്രസംഗം നടത്തിയത് ഒരു സ്വയം ക്ഷമാപണത്തോടെയാണ്. അദ്ദേഹത്തിന് തന്നെ അവരെ ഗവൺമെന്റ് എഴുതി കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് വായിപ്പിക്കുന്നതിന്റെ യുക്തിക്കുറവ് അദ്ദേഹത്തിന് തന്നെ സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം പല സന്ദർഭങ്ങളിലും ഒരു ക്ഷമാപണത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിറഞ്ഞു തന്നത്. 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. ശുഷ്കമായ നയപ്രഖ്യാപനമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. യാതൊരു നയവുമില്ലാത്ത നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയത്. പ്രവർത്തിക്കാത്ത സർക്കാരായതിനാൽ പദ്ധതിയും നയവുമില്ല. ഹോക്കി വിഷയത്തിൽ ഗവർണറെ കൊണ്ട് സർക്കാർ കള്ളം പറയിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങളിൽ നയപ്രഖ്യാപനത്തിൽ പരാമർശമില്ല. ക്രമസമാധാന നിലയിൽ കേരളം മുന്നിലാണെന്ന് ഗവർണറെ കൊണ്ട് കള്ളം പറയിപ്പിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഇതിന് വിരുദ്ധമായാണ് ഗവർണർ പ്രസംഗിച്ചത്. നയപ്രഖ്യാപനം നയവും യാഥാർത്ഥ്യ ബോധവുമില്ലാത്തത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം നിയമസഭാ പ്രസ് ഹാളിൽ ഉന്നയിച്ചത്. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാക്കൾ സംസാരിക്കുകയാണ്. ഇപ്പോഴും തത്സമയ സംപ്രേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CBI കോടതി ജഡ്ജി BH ലോയയുടെ മരണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹർജികൾ പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പിന്മാറിയ സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് കേസ് കേൾക്കുന്നത്. ജുഡീഷ്യറിയിലെ ഭിന്നതയ്ക്കിടയാക്കിയ കേസാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. BJP അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെട്ട സൊഹ്റാബുദ്ദീൻ ഷേഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ വാദം കേൾക്കുന്നതിനിടെ 2014 ജഡ്ജി ലോയയുടെ ദുരൂഹ മരണം. ഇതേപ്പറ്റി സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് 2 തവണ പരിഗണിച്ച ശേഷമാണ് കേസിൽ നിന്ന് പിന്മാറിയത്. ഈ ബെഞ്ച് കേസ് കേൾക്കുന്നതിലെ അതൃപ്തി 4 ജഡ്ജിമാർ വാർത്താസമ്മേളനത്തിൽ പരസ്യപ്പെടുത്തിയതായിരുന്നു കാരണം.
ചീഫ് ജസ്റ്റിസിന് പുറമെ ജഡ്ജിമാരായ DY ചന്ദ്രചൂഡ്, AM ഖൻവിൽക്കർ എന്നിവരാണ് ബെഞ്ചിലെ അംഗങ്ങൾ. ലോയയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് മഹാരാഷ്ട്ര സർക്കാർ മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പരസ്യപ്പെടുത്താവുന്ന രേഖകൾ ഹർജിക്കാർക്ക് കൈമാറാനാണ് കോടതി കഴിഞ്ഞ തവണ നൽകിയ നിർദ്ദേശം. ന്യൂസ് 18 ഡൽഹി. ഇരട്ടപ്പദവി വഹിച്ചതിന് അയോഗ്യരായ ഡൽഹിയിലെ ആം ആദ്മി MLA-മാർ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. 20 MLA-മാരെ അയോഗ്യരാക്കി രാഷ്ട്രപതിയുടെ വിജ്ഞാപനം ഇന്നലെ ഇറങ്ങിയിരുന്നു. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിക്കും. കമ്മീഷൻ രാഷ്ട്രപതിക്ക് ശുപാർശ സമർപ്പിച്ച കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ 7 MLA-മാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും സ്റ്റേ ഉത്തരവ് ലഭിച്ചിരുന്നില്ല. വിശദാംശങ്ങൾ ആരാഞ്ഞ് കേസ് മാറ്റിവെക്കുകയായിരുന്നു കോടതി. മതിയായ പരിശോധനകൾ പോലും നടത്താതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ എന്നാണ് MLA-മാരുടെ വാദം. എന്നാൽ MLA-മാരുടെ പാർലമെന്ററി സെക്രട്ടറി പദവി ഇരട്ടപ്പദവി ആയതിനാലാണ് അയോഗ്യരാക്കാൻ തീരുമാനിച്ചതെന്ന് കമ്മീഷൻ വ്യക്തമാക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അപേക്ഷകൾക്കെതിരായ നിലപാട് പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും. തെളിവുകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടും 2 കുറ്റപത്രങ്ങളും തമ്മിൽ അന്തരമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചും 2 അപേക്ഷകളാണ് ദിലീപ് നൽകിയിരിക്കുന്നത്. തെളിവുകളുടെ പകർപ്പ് ദിലീപിന് നൽകുന്നത് ഇരയുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന നിലപാടിലാണ് പോലീസ്. ആദ്യ കുറ്റപത്രത്തിന്റെ തുടർച്ചയാണ് 2ാം കുറ്റപത്രം എന്നും പോലീസ് വാദിക്കുന്നു. പ്രോസിക്യൂഷന്റെയും ദിലീപിന്റെ അഭിഭാഷകരുടെയും വാദം കേട്ട ശേഷം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഹർജികളിൽ വിധി പറയും. BJPയെ നേരിടാൻ കോൺഗ്രസുമായി സഖ്യമോ ധാരണയോ നീക്കുപോക്കോ തെരഞ്ഞെടുപ്പ് സഹകരണം വേണമെന്ന യെച്ചൂരിയുടെ രേഖ വോട്ടിനിട്ട് തള്ളിയ നടപടിക്കെതിരെ കവി സച്ചിദാനന്ദൻ. രാഷ്ട്രീയ അടവ് നയം സ്വീകരിക്കേണ്ടതിന് പകരം ഇനി കത്തിയും വടിയുമായി സംഘപരിവാറിനെ നേരിടാമെന്നാണ് സച്ചിദാനന്ദന്റെ വിമർശനം. 3ാമത്തെ ഹിമാലയൻ മണ്ടത്തരമാണ് CPM ചെയ്യുന്നതെന്നും FB പോസ്റ്റിൽ നടന്ന ചർച്ചയിൽ സച്ചിദാനന്ദൻ പറയുന്നു. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ അനുവദിക്കാത്തതും 2ാം UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതും ചരിത്രപരമായ മണ്ടത്തരമായിരുന്നു. BJPയെ അധികാരത്തിൽ തിരിച്ചെത്താൻ സഹായിക്കുന്നതാണ് CPMന്റെ നടപടിയെന്നും സച്ചിദാനന്ദൻ ആരോപിക്കുന്നു. മീൻപിടുത്തത്തിനിടെ കടലിൽ മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാർ സഹായം നൽകിയില്ലെന്ന് പരാതി. തിരുവനന്തപുരം കൊച്ചുതുറ സ്വദേശി രാജുമോന്റെ മൃതദേഹമാണ് ഗുജറാത്തിൽ നിന്നും കൊണ്ടുവരാൻ കഴിയാത്തത്. തമിഴ്നാട് സ്വദേശിയുടെ ബോട്ടിൽ കഴിഞ്ഞ 11-നാണ് കൊച്ചുതുറ സ്വദേശികളായ 7 പേർ കടലിൽ പോയത്. കർണാടകയിലെ മലാപ്പയിൽ നിന്ന് പോയ ഇവർ ഗുജറാത്ത് തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് രാജുമോന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ഇക്കാര്യം ഉടൻ ബന്ധുക്കളെ ഫോണിൽ അറിയിച്ചു. ഫിഷറീസ് വകുപ്പിലും കളക്ടറേറ്റിലും അവർ വിവരമറിയിച്ചിട്ടും വൈദ്യസഹായം ലഭ്യമാക്കാൻ നടപടികളുണ്ടായില്ല. വൈദ്യസഹായം ലഭിക്കാതെ രാജുമോൻ മരിച്ചതോടെ മൃതദേഹം എത്തിക്കാനും സഹായം തേടി. എന്നാൽ ഓഖി ദുരന്തത്തിന്റെ ഫണ്ടിൽ നിന്നും പണം ചെലവിട്ട് ഹെലികോപ്റ്റർ അനുവദിക്കാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. തമിഴ്നാട് സ്വദേശിയുടെ ബോട്ടായതിനാൽ സ്വന്തം നിലയിൽ പണം മുടക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ കളക്ടർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു, സഹായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് നമ്മൾ പോയിരുന്നു. അപ്പോൾ ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ ബോട്ടിനായതുകൊണ്ട്, ഇതിന്റെ ബോട്ട് ഉടമസ്ഥൻ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെയാണ് ഏറ്റെടുക്കണമെന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മളിപ്പോൾ നമ്മുടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ പിതാവിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. വേറെ ഗതിയില്ലാത്തതിനാൽ മത്സ്യം കൊണ്ടുവരുന്ന ഐസിൽ പൊതിഞ്ഞ് മൃതദേഹവുമായി സംഘം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ കേരള തീരത്തെത്താൻ 7 ദിവസം വേണ്ടിവരും. ബിഷപ്പ് ഹൌസിലെത്തി സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബന്ധുക്കൾ. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് രൂപതാ നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഓഖി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മലാപ്പയിൽ ബോട്ട് ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ സംഘം ട്രെയിൻ മാർഗം തിരിച്ചുപോയി ബോട്ടെടുത്ത് വീണ്ടും കടലിൽ പോയപ്പോഴാണ് പ്രതിസന്ധിയിലായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ക്ഷേത്രഭരണ സമിതി കയ്യേറിയ പുറമ്പോക്ക് ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് പുത്തൻകുരിശിൽ ദളിത് സംഘടനകളുടെ സമരം. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. എങ്കിലും പ്രദേശത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സമരം തുടരുകയാണ്. 10 മാസത്തോളമായി പ്രദേശത്തെ ഒരു വിഭാഗം ജനങ്ങൾ സമരത്തിലാണ്. 1982 വ്യാജ പട്ടയരേഖ ചമച്ച് ക്ഷേത്രഭരണ സമിതി 90 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്നാണ് ആക്ഷേപം. ചുറ്റുമതിൽ കെട്ടി പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ഭൂമിയിലേക്ക് പ്രവേശനം നിഷേധിച്ചുവെന്നും സമരക്കാർ പറയുന്നു. 3 ദിവസം മുമ്പാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ സമരക്കാർ പന്തൽ കെട്ടിയത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പോലീസ് പന്തൽ പൊളിച്ചു നീക്കി. സമരത്തിന് നേതൃത്വം നൽകിയ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറച്ചേരെ സമരപ്പന്തലിൽ നിന്ന് രാവിലെ വെളുപ്പിന് വന്ന് പിടിച്ചുകൊണ്ടുപോയി 5:30 ആയപ്പോഴത്തേക്ക് 5 മണിക്ക് കുറേ വണ്ടി പോലീസ് വന്ന്. എന്നാൽ ആരോപണങ്ങൾ ക്ഷേത്ര ഭരണസമിതി നിഷേധിച്ചു. 1982 സർക്കാർ പട്ടയം നൽകിയ ഭൂമിയാണിത്. ദളിതർ ഉൾപ്പെടെയുള്ള ആരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതിരുന്നിട്ടില്ല. ക്ഷേത്രമതിൽ പൊളിച്ചു നീക്കുകയാണ് സമരക്കാർ ചെയ്തതെന്നും സമിതി വിശദീകരിച്ചു. ശരിക്കും പറഞ്ഞ മാവോയിസ്റ്റുകളാണ് ഇവിടെ ഇത് ഭരിക്കുന്നത്. ഈ പാവങ്ങളെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ഈ ക്ഷേത്ര മൈതാനം പുറമ്പോക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അത് നമുക്ക് നേടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സമരമുഖത്ത് അവരുള്ളത്.
പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിക്കും വരെ സമരം തുടരുമെന്നാണ് വടയമ്പാടി പുറമ്പോക്ക് ഭൂമി സമര സമിതിയുടെ നിലപാട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖ അരങ്ങിൽ. ഒയ്യാരത്ത് ചന്തുമേനോന്റെ പിൻതലമുറക്കാരി ഡോക്ടർ ചൈതന്യ ഉണ്ണിയാണ് ക്ലാസിക് നോവലിനെ അരങ്ങിൽ എത്തിച്ചത്. സൂര്യ കൃഷ്ണമൂർത്തിയാണ് നൃത്ത സംഗീത ശില്പത്തിന്റെ സംവിധായകൻ. നൃത്തശില്പമായി അരങ്ങിലും പകിട്ട് ചോരാതെ ഇന്ദുലേഖ. കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത അരങ്ങിന്റെ പുത്തൻ ശീലുകൾ ആസ്വാദകനും വേറിട്ട അനുഭവമായി. അമ്പലവും ആൽത്തറയും ആസ്വാദകന്റെ കൺമുന്നിലെത്തി. വിസ്മയം തീർത്ത മഴയും ഇടിമിന്നലും. കരുത്തുറ്റ ഇന്ദുലേഖ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയത് ചന്തുമേനോന്റെ 5ാം തലമുറയിൽപ്പെട്ട ഡോക്ടർ ചൈതന്യ ഉണ്ണിയാണ്. മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടനും നർത്തകനുമായ വിനീത് കുമാർ. ഇതിന്റെ ബ്യൂട്ടി കളയാതെ ഇതൊരു വളരെ ഇന്നസെന്റ് ലവ്, ഇങ്ങനെ ഒരു ഇന്നസെന്റ് ഭാഷയിൽ പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയിൽ കൊണ്ടുവരാന്നുള്ളതൊരു ചാലഞ്ചായിരുന്നു. ഇന്ദുലേഖ വായിച്ചപ്പോൾ തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലുണ്ടായ ഒരു പ്രണയം വീണ്ടും പുനർജനിച്ചു. അപ്പോൾ അത് എങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നത്. സൂര്യ സാറിന്റെ മഹത്തായ കൈകൾ. വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിന് ശേഷമാണ് ചൈതന്യ ഇന്ദുലേഖയെ അരങ്ങിലെത്തിച്ചത്. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതമൊരുക്കി. കേരളത്തിന് പുറമെ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും ഓസ്ട്രേലിയയിലും ഇന്ദുലേഖ അവതരിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.